പേര് അഭിചേട്ടൻ വന്നില്ല, സമയം പോയി. നീ എന്ത് പറയും? ആ വന്നല്ലോ. ഇന്നെന്താ താമസിച്ചേ? നിർത്തിയില്ല, അതാ. എന്തോന്നു? വണ്ടിക്ക് ലിഫ്റ്റ് വെച്ചിട്ടേ ആരും നിർത്തിയില്ല, അതാ ലേറ്റായി. എന്തോരോരോ കാരണങ്ങളുണ്ടല്ലോ. ഞാനൊന്നും പറയാതിരിക്കുന്ന നീ മുതലെടുക്കല്ലേ, കേട്ടെ. ഓ, ഇവിടെ എത്ര വർക്ക് പെൻഡിങ് കിടപ്പണമെന്ന് നിനക്കറിയാവേ. അതെല്ലാം ടൈമിന് ചെയ്തു കൊടുക്കാനാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പം നീയും ഇങ്ങനെ കാണിച്ചാ നീ അവസാനം ചെയ്യുന്ന പോസ്റ്റർ എൻ്റെ ആയിരിക്കും. നമുക്ക് മനസ്സിലായോ? നാളെ നേരത്തെ വരും. ആ കണ്ടാൽ മതി. ആ, രക്ഷപ്പെട്ട്. ആഹാ, പതിവില്ലാതെ സ്റ്റുഡിയോക്ക് നല്ല വൃത്തിയുണ്ടല്ലോ. ചേട്ടാ ഇതിൻ്റെ ഒരു 6 കോപ്പി എടുക്കണം, അർജൻറ്റായിരുന്നു. ചേട്ടാ നമ്മൾ സ്റ്റുഡിയോ നിർത്തുന്നില്ലല്ലോ, കുറച്ച് ടൈം എടുക്കും. ചേട്ടൻ വെയിറ്റ് ചെയ്യും. പെട്ടെന്ന് വേണം, അർജൻറ്റായിരുന്നു, പെട്ടെന്ന്. ഒരു 5 മിനിറ്റ് എടുക്കും. ഇതിപ്പോൾ തന്നെ റെഡിക്ക് തരാം. ചേട്ടനൊന്ന് വെയിറ്റ് ചെയ്യും. ആ, ഓക്കെ. അപ്പോൾ ചേട്ടാ ഒരു പ്രിൻ്റ് എടുക്കാനാ, ഇങ്ങോട്ടൊന്ന് വരാമോ? ആൽബി, അബി, നീ എന്താ ഇവിടെ? കൊള്ളാം, ഇതെൻ്റെ സ്റ്റുഡിയോടാ. എത്ര നാളാണ് നിന്നെ കണ്ടിട്ട്? നീ ആളാകെ മാറിപ്പോയി കേട്ടോ, ഒട്ടും പ്രതീക്ഷയില്ല ഞാൻ ഇവിടെ. ഞാൻ പിന്നെ മാറ്റങ്ങളൊക്കെ നല്ലതല്ലേ. അത് ശരിയാ. എടാ പിന്നെ നമ്മുടെ കൂടെ പഠിച്ച 2 പേരുണ്ടായിരുന്നല്ലോ, നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന, എന്തായിരുന്നു അവരുടെ പേര്? റിനു, അമൽ ഇപ്പോൾ സിനിമയിലാണ്. റിനു AC മെക്കാനിക്കലായിട്ട് ദുബായിലാണ്. ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ കൂടും, അല്ലാതെ വേറെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. പിന്നെ എല്ലാവരും ഓരോ തിരക്കുകളിലടാ. എടാ നീ ഭൂമിയുടെ കല്യാണത്തിന് പോയായിരുന്നോ? ഭൂമിക? ഏത് ഭൂമിക? എടാ അതിൻ്റെ മറ്റേ കൊച്ച്. അഭിചേട്ടന് കൊച്ചോ?
ഇവനോട് പണ്ടത്തെ ഡാർക്ക് ലവറാ. ആ നിർത്തടാ. ഇവൻ എന്താന്ന് വെച്ച് ചെയ്തു കൊടുത്തരേ. ആ ചെയ്യാം. ഹലോ, എന്താടാ? എനിക്കറിയാം, ഞാൻ ആ പറഞ്ഞ ദേഷ്യത്തിൽ നീ ഇറങ്ങിപ്പോയി. നിന്നെ കണ്ടപ്പം നമ്മുടെ പഴയ കാലവും നീ അവളെ പുറത്ത് നടന്നതൊക്കെ ഓർമ്മ വന്നു. അതിന്റെ പുറത്താണ് പറഞ്ഞു. നീ എന്തായാലും വന്ന കാര്യം നടന്നല്ലോ. ഓക്കെ ബൈ. നീ കട്ടിയല്ലേ, നിന്നോട് ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം. നീ അത് വിട്. നീ വൈകിട്ടേ വീട് വരെ എന്ന് പറഞ്ഞു. എടാ ഇല്ലടാ, ഞാൻ കാണത്തില്ല. എനിക്ക് കുറച്ച് വർക്കുണ്ട്, ഞാൻ കാണത്തില്ല. ഞാൻ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ വന്നേ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാന്നേ. ഹലോ, നീ വരുമ്പോ നിന്റെ സ്റ്റാഫിനെ കൂടെ കൊണ്ടുവരണേ. ഹലോ. ഇത് തന്നെയാണ് വീട്. എനിക്കറിഞ്ഞു. ലൊക്കേഷൻ ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഇത് തന്നെ കാണിക്കുന്നത്. അമ്മേ, ആൽബി. ഇതൊന്നും ഐശ്വര്യമില്ല. അകത്തുണ്ട് മോനെ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മോനെ ആൽവി. അബി വാ, കേറി വാ. നിങ്ങള് മേലോട്ടി, ഞാൻ വരാം. അബിയേ വാടാ. എനിക്ക് വേണ്ട. അളിയ ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ തല്ലിക്കോ, കൊള്ളാൻ ഞാൻ തയ്യാറാണ്. അതൊന്നും പറയണം. ഞാനിങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാറില്ല. നീ വിളിച്ചുകൊണ്ട് മാത്രം വന്നത്. അതിനിപ്പോൾ എന്തുള്ളിയാ? എത്ര നാളിന് ശേഷം നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ആഘോഷമില്ലെങ്കിൽ അത് മോശം. നീ വേണ്ട. വെറുതെ വേണ്ടാത്തവരെ നിർബന്ധിക്കണം ചേട്ടാ. അളയും വന്നേ, നമുക്കിത് സംസാരിക്കാം.
ഇന്നലെ ഞാൻ ഗൾഫിൽ നിന്ന് വന്നത്. വന്ന ഉടനെ പപ്പയുടെ കുടുംബപരയിൽ എന്തോ വിഷയങ്ങളും കാര്യങ്ങളും. ആ സിറ്റുവേഷനിൽ നിന്നുള്ളൂ നിന്നെ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. ക്ഷമിക്കടാ, സോറി. ഇയാൾക്ക് ഇതാണോ പറയാൻ? നീ എന്തോ നീ പറയുന്നത്? നീ അവളെ പ്രപ്പോസ് ചെയ്തായിരുന്നെങ്കിൽ നിനക്ക് അവളെ തന്നെ കിട്ടിയെന്നായിരുന്നു. അറ്റ്ലീസ്റ്റ് നിന്നെ അവൾക്ക് ഇഷ്ടമാണെന്നെങ്കിലും അറിയായിരുന്നു. ഇതിപ്പോൾ ഒന്നുമില്ല. അതിന് ഞാൻ പ്രൊപ്പോസ് ചെയ്തില്ലെന്ന് ആരാ പറഞ്ഞത്? സമയം എന്തോ ഓടാത്ത വാച്ച് നടക്കും പുള്ളിക്കൊണ്ട് കാടേ. അവള് വരുന്നു. എടാ ഇന്ന് തന്നെ പറയണോ? എനിക്കെങ്കിൽ നല്ല നല്ല ടെൻഷൻ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഇന്ന് തന്നെ പറയണം. ഇതിലൊക്കെ ഇത്ര പേടിക്കുന്ന എന്തിനാ? നീ ധൈര്യത്തോടെ പോയി പറ. എനക്കൊന്നും അറിയാത്തോണ്ടാ. എൻ്റെ കയ്യും കാലും പറിച്ചിട്ട് പോയി. വീണൊന്നും പറഞ്ഞു വിട്രാ. എടി പേടിയുള്ളവനൊക്കെ പിന്നെ എന്തിനാ ഇറങ്ങിത്തിരിക്കുന്നേ? എടാ അവന് പേടിയാണെങ്കിൽ ഈ കാര്യം കിട്ടിയാൽ അവന് ഇഷ്ടമല്ലേ, അവൻ എന്തെങ്കിലും ചെയ്തിട്ട് എന്തേലും ചെയ്യും. നീ ഇങ്ങനെ വന്നു. നീ ഇത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിൾ കാര്യമല്ലേ. നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് ടെൻഷൻ മാറാൻ പറ്റിയൊരു സാധനം ഞാൻ പറഞ്ഞു. അതായത് നീ അവിടെ ഫ്രണ്ടിൽ ചെന്ന് കൂളായിട്ട് ഐഡിയ. അത്യാവശ്യ കാര്യം പറഞ്ഞു. ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്താന്ന് വെച്ചാൽ പറഞ്ഞു. ഓക്കെ, എന്താ നിനക്ക് പറയാനുള്ളത്? എനിക്കിന്നെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞത് നിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാനും പറയാനും ഒക്കെ പേടിയാണ്. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. നീ എങ്ങനെ എടുക്കുന്നുള്ളൊരു പിടിയില്ല. പക്ഷേ എനിക്കിതിനൊരു സെക്കൻഡ് പോലും കാണാതിരിക്കാൻ പറ്റത്തില്ല. എടാ ഈ ഫിലോസഫി ഒന്ന് നിർത്താവോ? നിനക്കെന്ത് തലക്കെട്ടും വെളിവില്ലേ? നിനക്കെന്നെ ഇഷ്ടപ്പെടാനുള്ള എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? അറ്റ്ലീസ്റ്റ് നിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയെങ്കിലും ആലോചിച്ചൂടെ? ഒരു പ്രപ്പോസ് ചെയ്യാൻ വന്നേക്കുക. ഇനി മേലെ എൻ്റെ പിറകെ നടന്നേക്കരുത് ഇഷ്ടമാണെന്ന് പറഞ്ഞ്. എൻ്റെ കൺമുന്നിൽ പോലും വന്നേക്കരുത്. പ്രപ്പോസ് ചെയ്യാൻ വന്നേക്കുന്നു. നമ്മൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നീ ഒന്ന് വായടച്ച് പോയാൽ മതി. ഈ മീശ വെക്കുന്ന എനിക്ക് ഭയങ്കര വൃത്തികേടാണോ? ഏടാ റിനുവേ? എണീക്കടാ, എണീറ്റ്. എന്താടാ നിന്റെ ക്ലാസ്സിന് വരാഞ്ഞേ? 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് വെച്ച്. അതിൻ്റെ കാരണമോ ചോദിച്ചേ? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവിടെ ഒരുമാതിരി ഉണ്ടാക്കിയ വർത്താനം പറയില്ല കേട്ടോ. നമ്മളെല്ലാം അറിഞ്ഞ് അവളെന്തുവാ പറഞ്ഞതെന്നും അതുകൊണ്ടാണ് നീ വരാത്തേന്നും എല്ലാം 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 എക്കോ വേണ്ട വേണ്ട. അവളുടെ കുറച്ച് കൂട്ടുകാരികളാ ചക്കളത്ത് വന്ന കാര്യം പറഞ്ഞത്. പക്ഷേ അവൾ നിന്നെ തിന്നാഞ്ഞ കാര്യമായി. അറിഞ്ഞോ? അറിയട്ടെ. നീ അത് വിട്. നീ അത് വിചാരിച്ച് വരാമെന്നിരിക്കുന്നു വേണ്ട. നീ വരണം. നീ വരണം. നീ അവളുടെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞു വിരിഞ്ഞാളാക്കണം. പറ്റുമെങ്കിൽ അവിടെ മുമ്പിൽ പോയി നിൽക്കണം. എന്നാലേ അവൾ ഇനി നിന്നെ നാണം കെടുത്തുള്ളൂ. എൻ്റെ പൊന്നാവില്ല, ഞാൻ നിന്നെ എന്തോത്തിന് കൊണ്ടുവന്നാണ്. കുറച്ചേരെങ്കിലും ഒന്ന്. എടാ നിൻ്റെ ഇപ്പോൾ ഉള്ള ഈ മൂടുണ്ടല്ലോ, അതങ്ങ് വരുമ്പോൾ അങ്ങ് മാറിക്കോളൂ. പൊളിയും മൂടായിരിക്കും. നീ വരാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ട്സും വിചാരിക്കും നിനക്ക് അവിടെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇല്ലേ? അവരെന്തിനും വിചാരിക്കട്ടെ. അപ്പോൾ ഉണ്ടോ? എനിക്കെൻ്റെ കാര്യം നോക്കിയാൽ മതി. അബി, നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല.
എടാ നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താ എടാ ഈ പൗഡർ കൊള്ളലടാ. ഇവനെ കൊണ്ട് നീങ്ങ വന്നേ ഒരു മിനിറ്റേ, കുറെ നേരമായി. എന്തുവാടാ എടാ അമല്, നീ ഇത് എന്തൊക്കെ കിടന്നാ പറയുന്നത്? കുഴപ്പമായോ? അവിടെ ഒരു തണ്ടി പോയി അണ്ണനെ പോലെ ഇരിക്കുമ്പോഴാ നിന്നെ അല്ല അവന്റെ പ്രവസനം. കുറച്ചു നേരം അകത്ത് മിണ്ടാതെ കയറിയിരുന്നു. ഓക്കെ ബാ. എന്നെ കൊണ്ടൊക്കെ ഞാൻ എന്തോ ഉണ്ടാക്കാനാണ്. ദൈവമേ, താണ്ട് ഒരു തിരിക്കുന്നു. മിണ്ടരുത് നീ. എടാ അബി, നീ അവള് പറഞ്ഞത് ഇതാണ്ട് ഈ കിഴങ്ങൻ പറഞ്ഞ ഒന്നും ആദ്യം ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഈ നടന്നതെല്ലാം ഒരു നല്ല തരാൻ വേണ്ടിയാണെങ്കിലോ. അതെ യോ എടാ അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇഷ്ടമല്ലടാ. എടാ അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇതുപോലൊരു സാധനത്തിന് നിന്റെ തല കയറ്റി വെച്ച് നിനക്ക് തലവേദന കേട്ടണോ? അതോ നിനക്ക് നിന്റെ സാഹചര്യം മനസ്സിലാക്കി നിന്നെ മനസ്സിലാക്കി വരുന്ന ഒരാൾ നിനക്ക് വേണം? നീ തന്നെ തീരുമാനിക്കും. ഈ വരുന്ന കൊച്ചുവിനോട് ഇങ്ങനൊന്നും പറഞ്ഞു നിനക്ക് എന്താ ഉറപ്പ്? അങ്ങനെ പറഞ്ഞല്ല. നീങ്ങി വന്ന് ഒരു മിനിറ്റേ. നമ്മളെന്തിനാണ് ഇവിടെ വന്നത്? അവനെ നോക്കല്ലേ? ഇതിനെ നീ കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞേ. എടാ അത് ഞാൻ ആ ഫ്ലോയിൽ വന്നപ്പോൾ അങ്ങ് അറിയാതെ പറഞ്ഞു പോയതാ, സത്യമായിട്ട്. വാ എൻ്റെ പൊന്നെ, ഇപ്പൊ ചത്തേന്. ഡാ വേറൊന്നുമില്ല, നീ നടന്ന കാര്യമൊക്കെ മറന്നാലേ. നാളെ തൊട്ട് നീ മര്യാദ ക്ലാസ്സിൽ വന്നോണം. എക്കോ വേണ്ട വേണ്ട പറഞ്ഞ കേട്ടെ. അപ്പം നാളെ മുതൽ ക്ലാസ്സിൽ. இவ்வளோ வருஷமா நூடுல்ஸ் மண்டன் தானே கலாய்ப்ப. இப்போ என்ன திடீர்னு? லைஃப்ல எல்லாமே லேட்டா தான் புரியுது. എന്താ നിനക്ക് പറയാനുള്ളേ? എടാ ഈ ഫിലോസഫി ഒന്ന് നിർത്താവോ? നിന്റെ തലക്കെട്ടും വെളിവില്ല. നിനക്ക് എന്നെ ഇഷ്ടപ്പെടാനുള്ള എന്ത് ക്വാളിറ്റിയാ ഉള്ളത്? അറ്റ്ലീസ്റ്റ് നീ നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയെങ്കിലും ആലോചിച്ചു. ഒരു പ്രൊപ്പോസ് ചെയ്യാൻ വന്നേക്കുക. ഇനി മേലെ എൻ്റെ പിറകെ നടന്നേക്കരുത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ കൺമുന്നിൽ പോലും വന്നേക്കരുത്. പകലോർമകൾ നിറഞ്ഞുവോ എന്നുള്ളിലാകെ ഇടറും നിറം സ്വരമേഘയായി കിതയ്ക്കുമീ ശ്വാസമാകെ എന്നുള്ളിലായി നിറഞ്ഞിടുന്നുമെന്നും എൻ്റെ ഓർമ്മയിൽ ഇന്നേകനായി വരാതേറുമീ തേങ്ങലായി മനം എന്താ നിനക്ക് പറയാനുള്ളേ? എടാ ഈ ഫിലോസഫി ഒന്ന് നിർത്താവോ? നിന്റെ തലക്കെട്ടും വെളിവില്ലേ?
നിനക്ക് എന്നെ ഇഷ്ടപ്പെടാനുള്ള എന്ത് ക്വാളിറ്റിയാ ഉള്ളത്? അറ്റ്ലീസ്റ്റ് നീ നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയെങ്കിലും ആലോചിച്ചൂടെ? ഒരു പ്രപ്പോസ് ചെയ്യാൻ വന്നേക്കുക. ഇനി മേലെ എൻ്റെ പിറകെ നടന്നേക്കരുത് ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട്. എൻ്റെ കൺമുന്നിൽ പോലും വന്നേക്കരുത്. പ്രപ്പോസ് ചെയ്യാൻ വന്നേക്കുന്നു. എടാ ഞാനിതൊന്നും അറിഞ്ഞില്ല. അല്ലേലും അവിടെ പോകുന്നേ നല്ലത്. നീ അത് വിട്ടേരെ. ശരിയാ, അഭിചേട്ടൻ ആൽബിച്ചേട്ടൻ പറഞ്ഞതാ കറക്റ്റ്. പോട്ടെ, അടി. ഇതോടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം പോട്ടെ, അടി. നീ എന്താ ഇവിടെ? ആ, അത് കൊള്ളാം. ചേട്ടനല്ലേ എന്നെ ഇവിടെ കിടത്തിയേ? ഞാനോ? ആ, ചേട്ടൻ തന്നെ. ഇന്നലെ എന്നെ കെട്ടിപ്പിടിച്ച് എന്തൊരു കരച്ചിലായിരുന്നു. ഒരു വിധത്തിലേ പിടിച്ച് കിടത്തി. കരഞ്ഞെന്നു? ഞാനോ? ആ, ചേട്ടൻ തന്നെ. ഞാനോട്ട് ഇറങ്ങുക, പോയിട്ട് വരാം. ഇന്നത്തെ കാര്യം അവരോടും പറയാൻ നിൽക്കണ്ട. എന്ത്? കാരണം ഇല്ല ചേട്ടാ.